ബ്ലൂ ഫിലിമിൻ്റെയും അശുദ്ധ പാപത്തിൻ്റെ അടിമത്തത്തിൽ പോകൊണ്ട് രഹസ്യഭാവത്തിൽ പോകുന്നവരുടെ മാതാപിതാക്കളുടെ മക്കൾ പരസ്യഭാവത്തിൽ ഏർപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ എന്തേ സോഷ്യൽ മീഡിയകളിൽ വന്നിട്ട് പോലും ചെറുപ്പക്കാരി സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പരസ്യ ലൈംഗിക അരാജകത്തിലേക്ക് വരുന്നു. ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല, സോഷ്യൽ മീഡിയയിലേക്ക് കയറാൻ പറ്റുന്നില്ല. കൊച്ചു കൊച്ചു പെൺപിള്ളേർ എന്തേ ഇങ്ങനെ വരുന്നു? രഹസ്യം പറയാം. എൻ്റെ മനസ്സിനിണങ്ങിയ ഒരുവനെ ഞാൻ കാണുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ദാവീദിനെ കുറിച്ചാണ്. മനസ്സിനിണങ്ങിയവൻ എങ്ങനെ മനസ്സിന്റെ പുറത്ത് പോയി? ഇസ്രായേൽ ജനം യുദ്ധത്തിലായിരിക്കുന്ന സമയത്ത്, ഊറിയ മുൻനിരയിൽ യുദ്ധത്തിലായിരിക്കുന്ന സമയത്ത് അലസനായി ദാവീദ് മുറിക്കകത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അലസന്റെ മനസ്സ് പിശാചിന്റെ പടിപ്പുര. ഉറക്കമില്ലാതെ വരുമ്പോൾ ഒന്ന് ഉഷണം തോന്നി മട്ടുപ്പായിൽ വരുന്ന സമയത്താണ് ഊറിയയുടെ ഭാര്യ കുളക്കടയിൽ കുളിക്കാനായിട്ട് വരുന്നത്. ദൂരെ കുളിക്കാൻ വന്ന ഊറിയയുടെ ഭാര്യയുടെ സൗന്ദര്യം ദാവീദിന്റെ കണ്ണുകളെ കവർന്നെടുത്തു. ഈശോ പറഞ്ഞു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ, ആസക്തിയോടെ പുരുഷനെ നോക്കുന്നവൾ അവനുമായി അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ശ്രദ്ധിച്ചോ? ഒരു ദൂത് കൊടുത്തു വിട്ട് ഊറിയയുടെ ഭാര്യയെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വീടിന്റെ കുറ്റി ഊരി അകത്തോട്ട് കയറ്റിയപ്പോൾ അകത്ത് മനസ്സിലുണ്ടായിരുന്ന ഒരുവൻ പുറത്തു പോയി. ആര്? ദൈവം. ചേച്ചി, ചേട്ടാ, ഈ രഹസ്യം തിരിച്ചറി, ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് രഹസ്യ ബന്ധത്തിലേക്ക് തുടരുമ്പോൾ, രഹസ്യഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ, അപഗീത ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ, മാതാപിതാക്കൾ കാണുന്നില്ലെന്ന് പറഞ്ഞ് വൈക്കിൽ കെട്ടിപ്പിടിച്ച് സയാമി സിരട്ട പോലെ ബോയ് ഫ്രണ്ടുമായി ചുറ്റിക്കറങ്ങുമ്പോൾ, ഗേൾ ഫ്രണ്ടുമായി ലോഡ്ജിൽ റൂം എടുക്കുമ്പോൾ, നിന്റെ കർത്താവ് നിന്റെ അടുത്തുണ്ടായിരുന്നു. നീ തുടങ്ങിയ നിമിഷം അവൻ നിന്നിൽ നിന്നും പുറത്തേക്ക് പോയി. ദാവീദിന്റെ മനസ്സിലുണ്ടായിരുന്നവൻ, ദാവീദിന്റെ മനസ്സിനിണങ്ങിയവൻ പുറത്തേക്ക് പോയി. ആരും കണ്ടില്ല. ഊറിയയുടെ ഭാര്യയുമായി 6-ാം പ്രമാണം ലംഘിച്ചു, വ്യഭിചാരം ചെയ്തു. ദാവീദ് വീണ്ടും ഹല്ലേലൂയ ഹല്ലേലൂയ മുമ്പോട്ട് പോയി. മുമ്പ് 7-ാം അധ്യായത്തിൽ, ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രവാചകന്റെ പേരാ നാഥാൻ. നാഥാൻ ചെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദാവീദേ, ദൈവം എന്നോട് പറഞ്ഞു എനിക്ക് വസിക്കാൻ ഒരു ആലയം നീ നിർമ്മിക്കുമോ എന്ന് ദാവീദിനോട് റെക്കമെൻഡ് ചെയ്തു. ആ സ്വപ്നം തകർന്നു. രണ്ടാമത് സംഭവിച്ചെന്നറിയോ? നാഥാന്റെ അടുത്ത് ദൈവം ചെന്ന് പറഞ്ഞു, നീ പോയി എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, നീ രഹസ്യമായി ചെയ്ത് നിന്റെ മക്കൾ പട്ടാപ്പകല് പരസ്യമായി ഇത് ചെയ്യും. ദാവീദിന്റെ ഒരു മകൻ അമ്നോന് മറ്റൊരു മകൾ താമാറിനെ, പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് സ്വന്തം പെങ്ങളെ റേപ്പ് ചെയ്യുന്ന സമയത്ത് ദാവീദിന് ചങ്കുപൊട്ടി കരയാനേ പറ്റുള്ളൂ. തീർന്നില്ല. അബ്സലോം എന്ന് പറഞ്ഞ മറ്റൊരു മകൻ അമ്നോൻ എന്ന് പറഞ്ഞ മകനെ കൊല്ലാൻ ഇടയായി, കൊലപാതകയായി. അപ്പൻ ചെയ്ത അതേ തനിമ മക്കൾ ആവർത്തിച്ചു. കുടുംബം ശിഥിലമായി, കുടുംബം താറുമാറായി. ഒരു പെങ്ങളെ പെങ്ങളായി നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, ഇനി പണ്ടെപ്പോഴെങ്കിലും പറ്റിയെങ്കിൽ നിന്റെ ഉള്ളിൽ അതിരിക്കുന്നിടത്തോളം കാലം അത് ചീഞ്ഞളിയും. നീ അത് കൗട്ടിക്കള കുമ്പസാരത്തിലൂടെ. പണ്ട് ചെയ്ത പാപം പോലും ഏറ്റുപറയാതിരിക്കുന്നവരുണ്ട്, അത് വേട്ടയാടുന്നവരുണ്ട്. ഏറ്റുപറയണം. കസിനെ കസിനായി തിരിച്ചറി, മരുമകനെ മകനായി കാണാം. അമ്മായിമ്മ. നിയമവർത്തനം 27-ാം അധ്യായം പറയുന്നു, അമ്മായിമ്മയുമായി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ചില വാർത്തകത്തിൽ ഈ നരകത്തിന് അച്ചാരം വെച്ചതുപോലെ മുടി നരച്ചിരിക്കുന്ന ചില അപ്പാപ്പന്മാരുണ്ട്, കൊച്ചു മക്കളെ മടിയിലേക്ക് ഇരുത്തിയിട്ട്. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഒരു കുഞ്ഞിൻ്റെ ലൈംഗിക അരാജകത്തെ ഉണർത്തി വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മരിക്കും, ഉറപ്പാ. പക്ഷെ ആ കുഞ്ഞ് ലോകത്തിൽ മഹാദുരന്തമായി മാറും. ആ കുഞ്ഞ് മഹാദുരന്തമായി മാറും. കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കരുതും, കുഞ്ഞുങ്ങളെ പിച്ചയും മാന്തിയും ചെയ്യരുതും.
ബ്ലൂ ഫിലിം കണ്ടുകൊണ്ട് കുടുംബജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ കരയണം കുമ്പസാരക്കൂട്ടിലേ. ഈശോ പറഞ്ഞ് ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. ആ കുഞ്ഞുങ്ങള് അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ലൈംഗിക അരാജകത്വം ഉണ്ടാവുന്ന. വേറെ ഏതോ ഫിലിമുകൾ കണ്ടിട്ട് കുടുംബജീവിതത്തിൽ ലൈംഗിക അരാജകത്തിൽ ഏർപ്പെടരുതും. അതിനെക്കുറിച്ച് ഇവിടെ ആരും പഠിപ്പിക്കേണ്ടാത്ത ഒരു കാര്യം ലൈംഗികതയുള്ളൂ. യാക്കോബ് ഏത് പുസ്തകം വായിച്ചിട്ട് ഏത് CD കണ്ടിട്ടാ 12 മക്കൾക്ക് ജന്മം നൽകിയത്? ഇന്ന് ഭാര്യ ഭർത്ത ബന്ധത്തിൽ കാണുന്ന മഹാദുരന്തം, പിശാചിന്റെ ഒരു ദുരന്തം ഇതാ. ദാമ്പത്യ ജീവിതത്തിനേക്കാൾ സ്വയംഭോഗമാണ് അവനിഷ്ടം. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു: സ്വയംഭോഗം അതിൽ തന്നെ ക്രമം തെറ്റിയ ഒരു പാപമാണ്. പൗലോസ്ലീഹ പറഞ്ഞു, സ്ത്രീയുടെ ശരീരം പുരുഷനും പുരുഷന്റെ ശരീരം സ്ത്രീക്കും എന്ന് പറയുമ്പോൾ ഭാര്യയുടെ ശരീരം ഭർത്താവിനും ഭർത്താവിൻ്റെ ശരീരം ഭാര്യയ്ക്കുമാണ്. ഞാൻ എൻ്റെ രക്തം കൊണ്ട് എഴുതിത്തരാം. ബ്ലൂ ഫിലിമിൻ്റെ അടിമയായി പോയ പെൺകുട്ടികൾക്ക് ആരെയും വിശുദ്ധിയോട് ചിന്തിക്കാൻ പറ്റില്ല. ബ്ലൂ ഫിലിമിൻ്റെ അടിമയായി പോയ ആൺകുട്ടികൾക്ക് സ്വന്തം അമ്മയെ പോലും ചിലപ്പോൾ വിശുദ്ധയായി കാണാൻ പറ്റില്ല. വിശുദ്ധമായത് വിശുദ്ധിയോട് കൈകാര്യം ചെയ്യുന്നവര് വിശുദ്ധരാകും.